നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ. അപ്പൊ കഥയൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാ വന്നേ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നമ്മൾ കാണുന്ന അരുൺ എന്ന പോലീസുകാരൻ തന്റെ കൂടുതല തന്ത്രം പ്രയോഗിക്കുവാണ്. കാർ ഓടിച്ചുകൊണ്ട് വന്ന പോലീസുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ തന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തന്റെ കൈക്ക് ഈ ഫ്രാക്ചർ ഉണ്ടായത് ബ്രേക്ക് ഇല്ലാത്ത കാർ ഓടിച്ചോണ്ട് വന്നതെന്ന് താൻ ആരോടും പറയരുത്. ആ കാറിന് ബ്രേക്ക് ഉണ്ടായിരുന്നു. അല്ല സാറേ, അത് പ്രശ്നമാവത്തില്ലേ? ഞാൻ SIയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവൻ എന്നെ മനഃപൂർവ്വം ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചാന്ന്. ഇനി അത് മാറ്റി പറയാനൊന്നും പറ്റില്ല. അവനെ പൂട്ടാനായിട്ട് ഞാനൊരു അവസരം കാത്തിരിക്കുമായിരുന്നു. ഇപ്പോഴാ അത് ശരിയായത്. അത് കേട്ടതും സഹപ്രവർത്തകൻ ഒന്ന് നോക്കി. അല്ല സാറേ, അത് ശരിയാകുമോ? ശരിയാകും. താൻ എന്നോടൊപ്പം നിൽക്കില്ലേ? നിൽക്കാം സാർ. എന്നെ കൊണ്ട് തനിക്ക് കുറച്ച് പ്രയോജനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ശരി സാറെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇയാൾ ആലോചിച്ചു, അരുണിനെ പിണക്കണം ശരിയല്ല, പിണക്കിയിട്ടുണ്ട് ശരിയാകത്തില്ല. തനിക്കിപ്പോ എന്താ, താൻ ആരോടും പറയാതിരുന്നാ പോരെ തന്റെ കൈക്ക് എന്ത് പറ്റിയതാന്ന്. അതുകൊണ്ട് ആരോടും പറയാനും പോകുന്നില്ല എന്ന് വിചാരിച്ച് അയാൾ സ്റ്റേഷനിലേക്ക് കയറി പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോ സച്ചിൻ രേവതിയും കൂടി രവീന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചന്ദ്രമതി ഉണ്ടായിരുന്നു. എന്റെ രവിയേട്ട, ഇവൻ കള്ളത്തരം പറയണല്ലേ? ശരിക്കും ഇവനാ പോലീസുകാരനെ കാർ ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയതായിരിക്കും. ഇത് ചന്ദ്രൻ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അവിടെ? എടി, നിന്റെ സ്വന്തം മോൻ തന്നെയല്ലേ ഇവന്? അല്ല, നിന്റെ ശ്രുതിക്ക ഇങ്ങനെ പറ്റിയിരുന്നെങ്കിലോ നീ എന്ത് ചെയ്തേനും? അവനൊന്നും പറ്റിയില്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിച്ചിരിക്കുമ്പോഴാ ചന്ദ്രയുടെ കുറ്റപ്പെടുത്തൽ. മിണ്ടാതെ പോയിക്കോണം അവിടുന്ന്. അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, അല്ല രവിയേട്ട, മിണ്ടാതെ പോകുന്നുണ്ടോ? നിന്നോടല്ലേ പോകാൻ പറഞ്ഞേ. അങ്ങനെ ചന്ദ്രമതി സ്റ്റെയർ കേസ് കയറി അങ്ങോട്ട് പോകാൻ ഒരുങ്ങുമ്പോഴത്തേനും രവീന്ദ്രനോട് സച്ചി പറഞ്ഞു, അച്ഛാ എന്റെ ലൈസൻസ് കട്ടാക്കും, കാറ് അവര് തിരിച്ചു തരത്തില്ല എന്നൊക്കെയാ പറയണേ. അതൊക്കെ ഓർക്കുമ്പോഴാ കാറ് കിട്ടിയില്ലേന്ന് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എടാ, സത്യം മാത്രമേ എല്ലാത്തടത്തും ജയിക്കുള്ളൂ. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ വിഷമിക്കണേ? ചന്ദ്രമതി പറഞ്ഞു. അപ്പൊ ലൈസൻസ് കട്ടാകുമല്ലേ? വെറുതെ അല്ല എടി, നിന്നോട് പോകാനല്ലേ പറഞ്ഞത്. ചന്ദ്രമതി കയറിപ്പോയി. രവീന്ദ്രൻ രണ്ടുപേരെ ആശ്വസിപ്പിച്ചു. വിഷമിക്കൊന്നും വേണ്ട, നോക്കാം. നാളെ SIനെ കണ്ടു കഴിയുമ്പോ അവരെന്താ പറയണേന്ന് നോക്കട്ടെ. എന്നിട്ട് കാറ് തരില്ല എന്നാ പറയുന്നെങ്കിൽ നമുക്ക് ബാക്കി എന്താന്ന് വെച്ചാൽ ചെയ്യാം. നീ എന്നോട് വന്ന് പറഞ്ഞാൽ മതി. രവീന്ദ്രൻ അങ്ങനെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയാണ്. രാത്രി കഴിഞ്ഞപ്പോഴത്തേനും ദേവും അരുണും കൂടെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും അരുൺ പറഞ്ഞു, അതെ, ഒരുത്തരിട്ട് നല്ല ഒന്നാം തരം പണി ഞാൻ കൊടുത്തു. തല്ലി ചതച്ചോ? തല്ലി ചതച്ചൊന്നുമില്ല, അവനെ ഞാൻ ജയിലിലേക്ക് പറഞ്ഞയക്കും. എന്താ അരുണേട്ട അത്? വെറുതെ വാശിയും വൈരാഗ്യവും വേണോ? അവൻ കുറെ കാലമായി എന്നെ ശല്യപ്പെടുത്തുന്നേ. അപ്പൊ പിന്നെ അവനിട്ടൊരു പണി കൊടുക്കണ്ടേ? അങ്ങനെ ഇന്ന് അവനിട്ട് ഞാൻ ആ പണി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ലക്ഷ്മിയമ്മയുടെ വിളി വന്നു. ദേവു, നീ ഉറങ്ങുന്നില്ലേ? അമ്മ വിളിക്കുന്നുണ്ട്. ശരി, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞിട്ട് ദേവു പെട്ടെന്ന് ഫോണും വെച്ചിട്ട് അങ്ങോട്ട് പോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം രേവതി മാല ഓർക്കുകയാണ്. അപ്പൊ സച്ചിയും കൂടെ അടുത്ത് വന്നിരുന്നു. അപ്പൊ സച്ചി ഓരോന്ന് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. ഇത് കണ്ടുകൊണ്ടാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴേക്കും രവീന്ദ്രനും വന്നു. ചന്ദ്രമതി എന്നിട്ട് പറഞ്ഞു, കാണിച്ചു കൊടുക്കുക, അവനെയും കൂടെ മാല കെട്ടാനായിട്ട് പഠിപ്പിക്കുക. അവനും കെട്ടി പഠിക്കട്ടെ. ഇനി പ്രത്യേകിച്ച് ജോലിയും കൂലിയൊന്നും അവനില്ലല്ലോ. അപ്പൊ അവനും കൂടെ ചേർന്നിരുന്ന് മാല കെട്ടാലോ. നീ മുതലാളി, ഇവൻ തൊഴിലാളി ആയിക്കോളും. എങ്ങനെയുണ്ട്? ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം. അത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു, നിനക്ക് എന്താ ചന്ദ്രേ? നിന്റെ നാ ഒന്ന് അടക്കിക്കൂടെ? പിന്നെ ഞാനുള്ളതല്ലേ പറഞ്ഞേ. ഇവനിപ്പോ പണ്ടത്തെ പോലെ ഒന്നുമല്ലോ, ജോലിയൊന്നും ഇല്ലല്ലോ. കാറിന്റെ ലൈസൻസും കാറൊക്കെ പോലീസുകാർ പിടിച്ചെടുക്കും. അപ്പൊ പിന്നെ ഇവന് ജീവിക്കണ്ടേ? അത് കേട്ടപ്പോ രേവതി ചാടി എഴുന്നേറ്റു. നിർത്ത് എന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേറ്റു. ചന്ദ്രമതി ഒരു നിമിഷം ഞെട്ടിപ്പോയി. അതെ, പറഞ്ഞു അമ്മ അങ്ങോട്ട് കേറല്ലേ. സച്ചിയേട്ടന് ജോലിയും കൂലിയില്ലെന്ന് അമ്മയോട് ആരാ പറഞ്ഞേ? സച്ചിയേട്ടൻ ഒരു ദിവസം പോലും ജോലിയും കൂലിയില്ലാതെ ഇവിടെ ഇരിക്കാൻ പോണില്ല. അതോർത്ത് ആരും മഞ്ഞു കൊള്ളുവാൻ വേണ്ട. പിന്നെ സച്ചേണ്ട കാറിന്റെ കാര്യം അത് ഈ രേവതി മേടിച്ചു കൊടുത്തിരിക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അതോർത്ത് അമ്മ വിഷമിക്കൊന്നും വേണ്ട. പിന്നെ ഇപ്പൊ നീ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്തേക്കുമല്ലേ? അതെ, ഞാൻ വാങ്ങിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അതും പറഞ്ഞ് രേവതി ദേഷ്യത്തോടെ സച്ചിയെ വിളിച്ചു. സച്ചിൻ രേവതിയും കൂടെ അകത്തേക്ക് അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേനും രവീന്ദ്രൻ പറഞ്ഞു, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ചന്ദ്രേ? പിന്നെ എടി, ഒന്നുമല്ലേലും അവൻ നിന്റെ മകനല്ലേ? അവൻ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. കാർ പോയത് അപ്പോഴാണ്. പിന്നെ എന്റെ മകന്, അവൻ എന്റെ മകനും അല്ല, അവൾ എന്റെ മരുമോളും അല്ല. നാക്കിന്റെ നീളം കണ്ടില്ലേ അവളുടെ? നീ പറഞ്ഞതിനുള്ള മറുപടി അവൾ തന്നിട്ട് പോയത്. കടിക്കാത്ത പട്ടിയുടെ വായി കോലിട്ട് കിള്ളി കടിപ്പിക്കാത്തൊരു ചൊല്ലുണ്ട് എന്ന് പറഞ്ഞ പോലെ. എടി, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിനക്ക്? ചന്ദ്രമതിക്ക് ഒട്ടും അതും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ രേവതി പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ്. അങ്ങനെ സ്റ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു പോലീസുകാരനോട് പറഞ്ഞു, സാറേ SI സാറിനെ ഒന്ന് കാണണം. അല്ല, എന്തിനാ? ഒരു പരാതി പറയാനാ. അത് പരാതി ഇങ്ങ് തന്നോ? അല്ല, അത് സാറിനെ നേരിട്ട് കണ്ട് പറയാനാന്ന് പറഞ്ഞു. എങ്കിലും ഒരു കാര്യം ചെയ്യാം, അവിടെ മാറിയിരുന്നു, സാറ് വരുമ്പോ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ രേവതി അവിടെ ഇരിക്കുവാണ്. രേവതി അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും
സച്ചിയുടെ ആ കാർ ഓടിച്ച പോലീസുകാരൻ അങ്ങോട്ടേക്ക് വരുക. അയാൾ വന്നു കഴിഞ്ഞിട്ട് സഹപ്രവർത്തൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. സാറേ ഇപ്പൊ കൈക്ക് എങ്ങനെയുണ്ട്? ഓ കുറവുണ്ട്, ഒന്നും പറയണ്ട. ശരിക്കും അരുൺ സാറ് കാരണം ഇങ്ങനെ പറ്റിയത്. അതെന്തു പറ്റി? അതെ, ബ്രേക്ക് പോയ കാറായിരുന്നു. ആ കാറിന്റെ ഡ്രൈവർ പറഞ്ഞ ആ കാർ എടുക്കരുതെന്ന്. പക്ഷെ അരുൺ സാറ് കേട്ടില്ല. അരുൺ സാർ എന്നോട് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എടുത്തു. ഒരു മൺതിട്ടയിൽ ഇടിച്ചു നിർത്തിയത് കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. എന്റെ ദൈവമേ, അല്ലാതെ ഞാൻ തീർന്നു പോയനം. അത് കേട്ടത് രേവതി ഒരു നിമിഷം ഞെട്ടിപ്പോയി. അപ്പൊ ഇതായിരുന്നു സത്യാവസ്ഥ. എന്നിട്ടോ എല്ലാരും കൂടി സച്ചേനെ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഇനിയിപ്പം ആ കാറിന്റെ ഡ്രൈവർക്ക് കുശാല SI സാറിനോട് പറഞ്ഞിരിക്കുന്നത് മനഃപൂർവ്വം അരുൺ സാറിനെ കൊല്ലാൻ ശ്രമിച്ചെന്ന അയാള്. അപ്പൊ ഇനിയിപ്പൊ അയാളുടെ ലൈസൻസും കാര്യങ്ങളും കട്ടാക്കും. പിന്നെ കാറും വിട്ടുകൊടുക്കത്തില്ല. ഓ, അപ്പൊ ഇതാണ് സംഭവമില്ലേ? പിന്നീട് അയാൾ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും രേവതി അയാളുടെ പിന്നാലെ ചെല്ലുവാണ്. സാർ എന്ന് പറഞ്ഞു. എന്താ കാര്യം? താൻ ആരാ? അത് പിന്നെ ഞാനുണ്ടല്ലോ, ഇന്നലെ സാറ് ഒരു കാർ ഓടിച്ചോണ്ട് വന്നില്ലേ, ആ കാറിന്റെ ഡ്രൈവറായ സച്ചിയുടെ ഭാര്യയാന്ന് പറഞ്ഞു. ഒരു നിമിഷം ആ പോലീസുകാരൻ ഞെട്ടിപ്പോയി. എന്താടാ കാര്യം? അതെ സാറ് മുമ്പ് പറഞ്ഞില്ലേ കാറിന്റെ ബ്രേക്ക് പോയതായിരുന്നു. അത് SI സാറിനോടൊന്ന് പറയാവോ? താൻ എന്തൊക്കെയാ പറയണേ? ഞാൻ എപ്പോ പറഞ്ഞു? ഞാൻ കേട്ടായിരുന്നു. സാറിന്റെ കൂട്ടുകാരനായ പോലീസുകാരനോട് പറയുന്നേ. വെറുതെ അനാവശ്യം പറഞ്ഞോണ്ട് വരില്ല സാറേ. എന്റെ സച്ചേന്റെ ജീവനമാർഗം അത്. സച്ചേനും അരുൺ സാറും തമ്മിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും പറഞ്ഞുകൊണ്ട് സച്ചേന്റെ ലൈസൻസ് കട്ടാക്കി കാർ പിടിച്ചു വെക്കരുത്, അത് വിട്ടുകൊടുക്കണം. സാറ് SI സാറ് വരുമ്പോ ഒന്ന് പറഞ്ഞു കൊടുക്കണം പ്ലീസ് സാർ, ചെയ്യുമോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഒരു വനിതാ പോലീസുകാരും കൂടെ വന്നു. എന്താ അവിടെ കാര്യം എന്ന് ചോദിച്ചു. ആ സമയം രേവതി പറഞ്ഞു. അതെ, ഞാൻ ഈ സാറിനോടൊന്ന് സംസാരിക്കുമായിരുന്നു. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ SI സാർ വരും പറ. ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ സാറിനെ വെറുതെ ശല്യപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ രേവതിക്ക് വിഷമായി. രേവതി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് സച്ചിയെ വിളിക്കുകയാണ്. ഈ സമയത്ത് അയാൾക്ക് തോന്നി ഇനി ഇവിടെ നിൽക്കുന്ന ബുദ്ധിയല്ല, പെട്ടെന്ന് തന്നെ പോണം. കാരണം തന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവുമെന്ന് മനസ്സിലായി. ഇവളിനി SI സാറിനോട് അവന് പറഞ്ഞു കൊടുക്കുവോ? സാറല്ല, പറഞ്ഞു കൊടുത്താലും അരുൺ സാർ എന്തേലും മാർഗം കണ്ടോളും. അങ്ങനെ രേവതി സച്ചിയെ വിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ സച്ചി അവിടേക്ക് വരുവാണ്. സച്ചി വന്നു കഴിഞ്ഞപ്പോൾ രേവതി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്നതുപോലെ സച്ചിയുടെ കാര്യം മനഃപൂർവ്വം സച്ചിയാണ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ച. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, എനിക്കറിയായിരുന്നു. ഇതങ്ങനെ വെറുതെ വിടല്ലേ രേവതി, നമുക്ക് SI സാർ വരും പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് അരുൺ എന്ന് പറയുന്ന പോലീസുകാരനും കൂടെ വരുന്നത്. അയാൾ സച്ചി ഒന്ന് നോക്കുവാണ്. നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. അല്ല, ഇതാണോ അയാളെന്ന് ചോദിച്ചു. അതെ, ഇവൻ തന്നെയാന്ന് പറഞ്ഞു. സച്ചിയേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇവര് ഗൂഢാലോചന നടത്തിയതല്ലേ, SI സാറിനോട് കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ SI വന്നു കഴിഞ്ഞപ്പോഴത്തേനും അരുണും പിന്നെ അതുപോലെ തന്നെ ആ കൈ പോയ സച്ചിയുടെ കാർ ഓടിച്ചുകൊണ്ടെന്ന് പോലീസുകാരുടെ അകത്തേക്ക് കയറി. അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് SI സാർ പറഞ്ഞു, ഇന്നലെ ഞാനിവിടെ ഇല്ലായിരുന്നു, എന്താണ് ശരിക്കും സംഭവിച്ചത്, തന്റെ കൈക്ക് എന്ത് പറ്റിയതാ? അതേസമയം രേവതി സച്ചിയും കൂടെ വാതക്കലേക്ക് വന്നു. അപ്പോഴേക്കും അരുൺ എന്ന് പറഞ്ഞ പോലീസുകാരൻ പറഞ്ഞു, അതെ, ഇയാള് ശ്രീനിധി ഹോട്ടലിന്റെ അവിടെ ഫുഡ് കഴിക്കാണ്ട് പോയതായിരുന്നു. അവിടുന്ന് താഴേക്ക് വന്നപ്പോൾ ഒന്ന് സ്ലിപ്പായതാ. അങ്ങനെ സ്ലിപ്പായി കഴിഞ്ഞപ്പോൾ കൈക്ക് ഫ്രാക്ചർ ഉണ്ടായതാന്ന് പറഞ്ഞു. ഓ, അതാണല്ലേ. അപ്പോഴേക്ക് സച്ചിൻ രേവതി പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നു. ഈ സമയം ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ? നിങ്ങളെ ആരാ കയറ്റിവിട്ടെ? രേവതി പറഞ്ഞു, സാറേ ഒരു കാര്യം പറയാനുണ്ട്. പിന്നീട് മറ്റേ പോലീസുകാരെ നോക്കിയിട്ട്, സാറേ പറ സാറേ, എന്താ സംഭവിച്ചതെന്ന് പറ എന്ന് പറഞ്ഞു. നിങ്ങൾ ഇനി ഇവ കൂടുതലൊന്നും പറയണ്ട, ഇവന് ഞാൻ കുറെ ഫേവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇനി അതൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സാറേ സത്യം അതൊന്നും അല്ല, സത്യം വേറെയാണ്. ഈ നിൽക്കുന്ന സാറിന് അറിയാം ആ സാറിന്റെ കൈ പോയത് എങ്ങനെയാന്നുള്ള കാര്യം അറിയാന്ന് പറഞ്ഞു. അത് കേട്ടതും SI പറഞ്ഞു, വേണ്ട, നിങ്ങളോട് കൂടുതലും സംസാരിക്കേണ്ടെന്നല്ലേ പറഞ്ഞെന്ന് പറഞ്ഞു. അയാൾക്കറിയത്തില്ലല്ലോ സംഭവിച്ചത് എന്താണെങ്കിലും ഇനി രേവതി കള്ളങ്ങളൊക്കെ പൊളിച്ചെടുക്കും ഇവിടെ വെച്ച്. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോന്നെ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാവേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.